നാം കഴിഞ്ഞ കുറെ ആഴ്ചകളായി ധ്യാനിക്കുന്ന റോമാലേഖന പഠനം ഇന്ന് തുടരുകയാണ്. റോമാലേഖനത്തിന്റെ 5 ഭാഗങ്ങളായി റോമാലേഖനത്തെ 5 ഭാഗങ്ങളായി വിഭജിച്ച് അതിൽ നിന്ന് ഓരോന്നായിട്ട് ധ്യാനിച്ച് പഠിക്കുവാനാണ് നാം ശ്രമിക്കുന്നത്. 5 ഭാഗങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങളത് പഠിച്ചിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പഠിക്കാൻ ആഗ്രഹമുള്ളവർ അത് പഠിച്ചിരിക്കും. കാരണം വേദപുസ്തകത്തില് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ റോമാലേഖനം സത്യസന്ധമായ ഒരു പഠനം നടത്തുന്ന ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ വളരെ മാറുവാൻ കഴിയും. നമുക്ക് വളരെ മാറ്റങ്ങൾ സംഭവിക്കുവാനായിട്ട് ഇടയെത്തിയത്. കാരണം നമുക്ക് പഴയതുപോലെ ആകാൻ കഴിയുകയില്ല. ഞാൻ ഇന്ന് ഈ പഠനത്തോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇതിന്റെ നോട്ട്സുകൾ ഞാൻ എഴുതി തയ്യാറാക്കിയ നോട്ട്സുകൾ എനിക്ക് വായിക്കുവാനൊക്കെ വിധത്തിൽ ഓർഡറാക്കി എഴുതുമ്പോൾ ഞാനൊരു ബൈബിൾ വാക്യങ്ങളെ നോക്കുമ്പോൾ എന്റെ ഉള്ളിൽ പതിഞ്ഞ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കയറി വന്നൊരു വാക്കുണ്ട്. യാക്കോബിന്റെ ലേഖനം 4:14 വാക്യമാണത്. അതെന്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് ഭയത്തിലേക്കും, അഥവാ അസാധാരണമായ മറ്റുള്ള ഭയത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, എന്റെ ജീവിതത്തെ കുറിച്ചൊന്നും കൂടെ കാഴ്ചവെപ്പാട് വരുത്തുവാൻ അതെന്നെ സഹായിച്ചു. ആരെങ്കിലും എടുത്തെങ്കിലും വായിച്ചു 4:14. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? ഒരു മിനിറ്റ്. ആ ചോദ്യം ഞാൻ ഇന്ന് കുറെ നേരം എന്നോട് ചോദിച്ചു. നമ്മുടെ എല്ലാം ധാരണ നമ്മളാരും മരിക്കില്ല എന്നാണ്. നമ്മളിങ്ങനെ പോകുന്ന പോക്കങ്ങ് പോകുമെന്നാണ്. ഈ ആഴ്ചയിൽ ഒരു 2-3 മരണം എന്റെ അടുത്ത ആളുകളായ ചിലർക്ക് സംഭവിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. അടുത്തവർ ഒരുപാട് പേർ പെട്ടെന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നു. നമുക്ക് പരിചിത മുഖങ്ങൾ ലോകത്തിൽ നിന്ന് ഒരു സ്കൂൾ ടീച്ചർ ബോർഡിൽ എഴുതിയത് ചോക്ക് ഡസ്റ്റർ കൊണ്ട് മായ്ക്കേണ്ടത് പോലെ കണ്ട പലരും മാഞ്ഞു പോകുന്നു. കഴിഞ്ഞ ദിവസം എന്റെ ജ്യേഷ്ഠൻ എനിക്ക് ഒരു ഫോട്ടോ തന്നു, ഒരു ഗ്രൂപ്പ് ഫോട്ടോ. പഴനി IPC സഭയുടെ ഒരു ഫോട്ടോയാണ്. അതിൽ തന്നിട്ട് എന്നോട് എന്റെ ചേച്ചി ചോദിച്ചു, ഇതിൽ നീയുണ്ട്, നിന്നെ കാണിക്കാവോ? നീയുണ്ട് ഇതിന്റെ അകത്ത്, എനിക്ക് നിന്നെ കാണിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, അമ്മയുണ്ടതില്, എനിക്ക് അമ്മേനെ കാണിക്കാൻ പറ്റുമോ? ഞാൻ മനസ്സിലേക്ക് കണ്ടിട്ടില്ല, രൂപയ്ക്ക് കൃത്യതയില്ല. ഞാൻ അമ്മേനെ നോക്കി, അമ്മേനും കണ്ടില്ല. എന്നെയും കണ്ടില്ല, എന്റെ അമ്മേനെയും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ എന്നോട് എന്റെ ചേച്ചി ചേട്ടനെ കാണിച്ചു തന്നു. അന്ന് എനിക്ക് 5 മാസം പ്രായമുള്ളൂ. എന്റെ അമ്മേനെ കാണിച്ചു തന്നപ്പോൾ അതിനെ മടിയിൽ ഒരു പൊട്ടുപോലെ ഇരിപ്പുണ്ട്. എന്നിട്ട് തമാശ രൂപേണയാണ് എന്റെ ചേട്ടൻ പറഞ്ഞത് എങ്കിലും അത് അർത്ഥവത്തായും കാര്യമായിട്ടാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, മോനെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ 72 പേരിൽ 11 പേരെ ഇന്ന് ലോകത്തിൽ ജീവനോടെയുണ്ട്. ആ വാക്കിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അവരോടൊപ്പമാണ് ഇന്ന് ഞാൻ ഇതെല്ലാം ക്രമീകരിക്കുന്ന സമയത്ത് ഈ വാക്യം എന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി വരാൻ എന്തോ പെട്ടെന്ന് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് സ്പർശിക്കാനും തോട്ടും. ആ വാക്യം ഒന്നും കൂടെ വായിച്ച്. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? ഇനി ഉത്തരം, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അല്പനേരത്തേക്ക് കാണുന്നതും അത് കഴിഞ്ഞാൽ മറഞ്ഞു പോകുന്നതുമായ ആവിയാണ് നമ്മുടെ ജീവൻ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതകാലത്തെ കുറിച്ച് നമുക്ക് അറിവില്ല. ആ ജീവിതകാലത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പറയുകയാണ്. എന്തെന്ന് പറയുന്നു? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ
മറഞ്ഞു പോകുന്നത് ആവി മാത്രമാണ്, നീരാവി മാത്രമാണ് ജീവിതമെങ്കിൽ ഈ ലഭിച്ച സന്ദർഭം പാഴാക്കി ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ അറിഞ്ഞില്ലെന്ന് പറയുവാൻ നിങ്ങൾ എല്ലാവർക്കും കഴിയും. അറിഞ്ഞില്ലെന്ന്, ഞാൻ മനസ്സിലാക്കിയില്ലെന്ന്, എന്നെ ആരും പറഞ്ഞു തന്നില്ലെന്ന്. ഞാൻ ഒരിക്കൽ ഹല്ലേലൂയ അവന്റെ സഹോദരനെ വിളിച്ച് അവന്റെ മാനസാന്തരത്തിലേക്ക് അവൻ വളരെ മോശമായി എന്ന് ഞാൻ പേരൊന്നും ഞാൻ പറയുന്നതിന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ അവൻ ക്ഷണിച്ച് അവൻ ക്രമീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു: നന്നാവാൻ എനിക്ക് അവസരം തന്നില്ലെന്ന് ആരും പറയരുത്, നീ പറയരുത്. എന്നെ ആരും സ്നേഹിച്ചില്ലെന്നും നിന്നെ സഹായിക്കാൻ, നിന്നെ നേർവഴിക്ക് നടത്താൻ ആരും നിനക്ക് സഹകരിച്ചില്ലെന്ന് നീ മേലാൽ പറയാതിരിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു താല്പര്യം, അറിഞ്ഞില്ലെന്നും സഹായിച്ചില്ലെന്നും പറയാതിരിക്കാൻ. ഇന്ന് പകൽ നാം മനസ്സിലാക്കുക, ഒരാവി മാത്രമായി ജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സുവിശേഷകനാകുന്നതിന്റെ ഉള്ളിൽ, ഇന്ന് ഞാൻ തീഷ്ണതയോടെ ജീവിക്കുന്നതിന്റെ ഉള്ളിൽ എനിക്ക് പറ്റിയ ഒരു വലിയ വീഴ്ചയുണ്ട്. ഞാൻ പറയട്ടെ, ഞങ്ങൾ സന്തോഷത്തോടെ, ഞാനും എന്റെ സുഹൃത്തുക്കളും സന്തോഷത്തോടെ അതിന്റെ മൂർധന്യത്തിൽ സമയം ചെലവഴിച്ചു കൊണ്ടപ്പോഴാണ് മരണം ഞങ്ങൾക്കിടയിൽ കയറി വന്നത്. മരിച്ച എന്റെ സുഹൃത്ത് അവന്റെ വായിൽ ചവച്ചതായി ചുഴിയുമ്പ് വെച്ചാണ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, സുഖിച്ചും സന്തോഷിച്ചും ലോകം തന്നെ ഈ കാണുന്നതാണ് ലോകത്തെ ജീവിതമെന്ന് ചിന്തിച്ചു നിസ്സമയം ചെലവഴിക്കുമ്പോൾ, എപ്പോഴെങ്കിലും ആമേൻ ഒരു മണി മുഴങ്ങുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് തിരുത്തുവാൻ സമയമില്ലാതെ, ആമേൻ ക്രമീകരിക്കുവാൻ സമയമില്ലാതെ നിന്റെ ശ്വാസം അതിലൂടെ ഇവൻ തിരിച്ചെടുക്കുമ്പോൾ ആമേൻ അവിടെ ചെന്ന് എന്ത് പറയും? ഞാനിന്ന് പകൽ ധ്യാനിച്ചത് ഉടമസ്ഥന്റെ അടുക്ക ചെന്നുകൊണ്ട് എന്ത് പറയും? ചോദിക്കും, നിനക്ക് ആവശ്യമായിട്ട് ഞാൻ തന്നില്ലേ? നിനക്ക് ഞാൻ തരാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം നിനക്ക് തന്നു, എല്ലാ സൗകര്യങ്ങളും തന്നു, ആരോഗ്യം ചോദിച്ചപ്പോ സൗഖ്യം, ആമേൻ ഞെരുങ്ങാതെ ജീവിക്കാൻ എല്ലാം തന്നു. പക്ഷേ നീ എന്നോട് വിശ്വസ്തനായിരുന്നുവോ? ഞാൻ നിനക്ക് നൽകി തന്ന ദാനങ്ങളിൽ നീ എന്നോട് വിശ്വസ്തനായിരുന്നുവോ? ഇന്ന് പകൽ ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായി പറയുന്നു, ആമേൻ ഇപ്പോൾ കാണുന്ന അല്പനേരത്തേക്ക് കാണുന്നത് മാഞ്ഞു പോകുന്നതായ ആവി മാത്രമാണ് ജീവിതമെങ്കിൽ, ഈ ലോകത്തിന്റെ ആയുസ്സെങ്കിൽ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? എത്ര ഭയത്തോടും വിറയിലോടും കൂടെ വേണം നാം ദൈവത്തെ സേവിക്കാൻ. എത്ര ഭയത്തോടും വിറയിലോടും കൂടെ നമ്മുടെ ദൈവത്തെ ജീവിക്കണം. ആമേൻ ഒരു പാട്ടുപാടാൻ കിട്ടിയ അവസരം പാട്ടുപാടി തീർക്കണ്ടേ? ഒരു ഹല്ലേലൂയ സ്തോത്രം പറയുവാൻ കിട്ടിയ സമയം അത് ചെയ്യണ്ടേ? ഒരു വചനം വായിക്കുവാൻ കിട്ടിയ സമയം ആമേൻ അത് വായിക്കണ്ടേ? ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയ പ്രാർത്ഥിക്കണ്ടേ? ഒരു പ്രാവശ്യം പോലും ദൈവത്തിന്റെ സഭയിലൊന്ന് പ്രാർത്ഥിക്കാതെ, ഒരു പാട്ട് പോലും എടുക്കാൻ കഴിയാതെ, ഒരു വാക്യം പോലും വായിച്ചു തീർക്കാതെ, ഒരു വാക്യം പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് വലിച്ചുപോയാൽ എന്തായിരിക്കും നമ്മുടെ ഗതി? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എങ്ങനെ നാം തെറ്റിയൊഴിയും ദൈവത്തിന് ന്യായവിധിയില്ല. നിങ്ങൾ വിചാരിക്കുന്ന വേറാരെങ്കിലും പ്രാർത്ഥിച്ചോളൂ, അവര് പ്രാർത്ഥിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എനിക്ക് നഷ്ടം വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നഷ്ടം വരും. ഒരു വചനമുണ്ട്, ഞാൻ ഇതിനോട് ചേർന്ന് അതൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞ് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ ഭയങ്കരമായ ഒരു നിർദ്ദേശമുണ്ട്. സഭയ്ക്ക് ദൂതെത്തുമ്പോൾ നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിലയ്ക്കുള്ളതിനെ മുറുകെ പിടിച്ചോളണം. മനസ്സിലായോ? ദൈവം എനിക്ക് എന്തിട്ടുണ്ട്? ഒരു കിരീടം വെച്ചിട്ടുണ്ട്. അത് വല്ലവനെ തലയിടിക്കാതിരിക്കാൻ സൂക്ഷിച്ചു പിടിച്ചോളാം. മനസ്സിലായോ? നിങ്ങൾ പാട്ടുപാടിയില്ലെങ്കിൽ സഭ പാട്ടുപാടിയില്ലേ? നിങ്ങൾ ഒരാൾ വായിച്ചില്ലെങ്കിൽ സഭയിൽ വാക്യം വായിക്കില്ലേ? നിങ്ങൾ ഒരാൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ സഭയിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുമോ? ഇല്ല. നഷ്ടം വരുന്നതാണ് ഈ ചിന്തകൾ. എപ്പോഴെങ്കിലും ദൈവസഭയ്ക്ക് അവിടെ വന്നിട്ടുണ്ട് ആരാധിക്കാൻ? ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തെ ഒരു പാട്ട് പാടാൻ അതൊരു ഭാഗ്യപദവിയാണെന്ന് അറിയാമോ? വിശുദ്ധ കരങ്ങൾ ഉയർത്തുന്നത് വലിയ യോഗ്യതയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ആ വാക്കുള്ളിൽ മറക്കല്ലേ. എന്നോട് ഇന്ന് പറഞ്ഞ എന്നെ സ്പർശിക്കുകയും
എന്നെ ഹല്ലേലൂയ മുഴങ്കാലിൽ ഇരുത്തു വലിയ വചനമാണ്. എന്റെ ദൈവത്തോട് കൃപയ്ക്ക് യോജിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ ഞാൻ കുറെ സമയം സ്തോത്രം ചെയ്യാറുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞു ഹല്ലേലൂയ ആമേൻ തിരുത്തുവാൻ ഒരു ദിവസം കൂടെ എനിക്ക് തന്നു. ഇന്നലെ വരെ പല തപ്പിതങ്ങളും പല വീഴ്ചകളും എനിക്കും അതിനും അറിയാതെ സംഭവിച്ചിട്ടുണ്ട്. തിരുത്തുവാൻ ഇന്നലെ രാത്രി എന്നെ തിരിച്ചു വിളിക്കാതെ കാര്യവിചാരകത്തിന്റെ കണക്ക് ബോധിപ്പിക്കാതെ പറയാതെ ഒരവസരം കൂടെ തന്നതിനാൽ സ്തോത്രം. ഇത് അത്ര വലിയതാണെന്നറിയാമോ ഈ ആയുസ്? ഈ മൂക്കിലോടുന്ന ശ്വാസം എത്ര വിലപ്പെട്ടതാണെന്നറിയാമോ? ഇന്നലെ രാത്രി നിദ്രയിൽ ഇതിന്റെ ഉടമസ്ഥൻ തിരിച്ചു വിളിച്ചാൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമുക്ക് തിരുത്തുവാൻ കഴിയുമോ? ഒറ്റ ആയുസേ ഉള്ളൂ. ഈ ആയുസിൽ നീ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കപ്പെടുന്ന അസുഖം തരുന്നത് അവൻ തിരുത്തുവാൻ കഴിയില്ല. മറ്റു ബന്ധുപുത്ര ചാർച്ചക്കാരൊന്നും ദാനധർമ്മങ്ങളോ കുർബാനകളോ ദാമയും മറ്റു കാര്യങ്ങൾ ചെയ്തതൊന്നും വർദ്ധിച്ചു വരില്ല. നാം ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ കടം. അത് നമുക്ക് പ്രതിഫലം. ഞാൻ അതവിടെ അവസാനിപ്പിക്കുകയാണ്. അവൻ മൂന്നാം ഞാൻ പറഞ്ഞല്ലോ റോമാലേഖനം അതിനെ 4-5 ഘടകങ്ങളായി നാം പഠിക്കുന്നു. അതിന്റെ ഒന്നാമത്തെ ഭാഗം ഇൻട്രൊഡക്ഷനായിട്ട് മാറ്റിക്കളഞ്ഞു. ബാക്കിയുള്ളതിനെ നാം 5 ഭാഗമായി പഠിക്കാൻ ശ്രമിച്ചു. 5 ഭാഗത്തിൽ പാപം എങ്ങനെ ലോകത്തിലുണ്ട്, പാപത്തിന്റെ ന്യായവിധി, പാപത്തിന്റെ കുറ്റവും അതിന്റെ കാരണവും അതിന്റെ ന്യായവിധിയും പാപത്തിന്റെ ശിക്ഷയും എല്ലാം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തിയ ദൈവിക ശിക്ഷകളെ കുറിച്ച്, ആ പാപത്തിന്റെ ലോകത്തിലുള്ള അതിന്റെ ഈ വ്യാപാരത്തെ കുറിച്ച് അവൻ 4 തരത്തിൽ വിഭാഗിച്ചുകൊണ്ട് ലോക ജനതയെ 4 ഭാഗമായി വിഭജിച്ച് ദൈവം ഓരോരുത്തരോടും തങ്ങളുടെ കുറ്റങ്ങൾ കുറ്റാരോപണം നടത്തുകയും അവർ ശിക്ഷകളും അവർ അനുഭവിച്ച ശിക്ഷകളൊക്കെയും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 3 വിഭാഗത്തെ നാം പഠിച്ചു. ആരെയും ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ചോദിക്കുന്നില്ല, ഞാനങ്ങ് പറയാം. ഒന്ന്, അവൻ ജാതീയ ലോകത്തെ പാപത്തെ, അവരുടെ പാപത്തെ വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മേൽ വന്ന ശിക്ഷ വായിച്ചിട്ടുണ്ട്. 2, മോറലിസ്റ്റ് അഥവാ ധർമ്മിഷ്ഠർ, സ്വയം മറ്റുള്ളവരെ പോലും ഇരിക്കുക, കുറ്റം പറയുക, ആക്ഷേപിക്കുക, എന്നാൽ അവരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അഥവാ ഞാനൊരു കാര്യം പറയുകയാണ്, അവൻ ഒരു സ്വഭാവത്തിൽ ഞാൻ ഇന്നതില്ല ഇന്ന സ്വഭാവം ഇല്ല എന്ന് പറയുകയും അത് ഉണ്ടെങ്കിൽ ടോണിസോനാകുന്നത് നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ അതെന്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാപ്പിട്ടിയ മൂടുപടം. അതാണ് മോറലിസ്റ്റുകൾ, ധർമ്മിഷ്ഠന്മാർ. അവനവന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് മറ്റൊരുത്തരിൽ നിശ്ചയമൻ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയും അവരിൽ കാണുവാൻ ശ്രദ്ധിക്കുകയും അങ്ങനെ കപടതയിൽ ജീവിക്കുകയും ചെയ്യുന്നതായ ഒരു കൂട്ടരാണ് മോറലിസ്റ്റുകൾ, അത് ധർമ്മിഷ്ഠന്മാർ. 3ാമത്തെ കൂട്ടരാണ് ദൈവത്തിന്റെ സ്വന്തം എന്ന് പറയുന്ന യഹൂദന്മാർ. ഞങ്ങൾ യഹൂദന്മാരാണ്, പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്, അവൻ പൗരോഹിത്യം ഞങ്ങൾക്കുണ്ട്, പ്രമാണം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന യഹൂദന്മാർ. അവരോട് പറയുന്നു, അവൻ നിങ്ങൾ നിമിത്തം ദൈവനാമം ഭൂഷിക്കപ്പെടുന്നു. പ്രമാണമുണ്ടെന്ന് പറയുന്ന നീ പ്രമാണത്തിനനുസരിച്ചല്ലാതെ ജീവിക്കുമ്പോൾ, പ്രമാണമില്ലാതെ ജീവിക്കുമ്പോൾ, പ്രമാണം കൂടാതെ ജീവിക്കുമ്പോൾ നീ എന്റെ ദൈവത്തിന്റെ നാമത്തെ അപമാനിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽ മനസ്സിലാക്കുക, ലോകത്തിൽ അനേകം ആളുകൾ ഹല്ലേലൂയ ദൈവനാമത്തെ ദുഷിക്കുന്നത്. അവൻ ദൈവത്തിന്റെ വചനത്തിൽ തെറ്റുപറ്റിയത് കൊണ്ടല്ല, ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ദൈവവചനപ്രകാരമല്ലാതെ മാതൃകപരമല്ലാതെ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് അവർ ദൈവനാമം ദുഷിക്കപ്പെടുന്നു. ഇന്ന് നമ്മൾ 4ാമത്തെ വിഭാഗത്തിലേക്ക് പോവുകയാണ്. അതിൽ 9-ാം വാക്യം മുതൽ 18 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കും. 9 മുതൽ 18 വരെ. ഒരു വാക്യം കൂടി അതിലുണ്ട്, അത് പിന്നീട് വായിക്കാം. 19-20 കൂടെ ഈ പാപം എന്ന വിഭാഗത്തിൽ പെടുകയാണ്. പാപം എന്ന വിഭാഗം
1-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം അതിന്റെ 20 വരെയുള്ള വാക്യങ്ങളാണ് അതിലുള്ളവർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളത് പിന്നീട് ധ്യാനിക്കും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ജാതീയ ലോകത്തിന്റെ പാപത്തെ ദൈവം പറഞ്ഞു. മോഡലിസ്റ്റുകളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. യഹൂദനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൽ 9-ാം വാക്യത്തിൽ ഒരു കാര്യം പറയാണ്, ആരും ഒഴിഞ്ഞവരല്ല. അതൊന്ന് വായിച്ചു. 9-ാം വാക്യം. ഇനി അവിടെ ശ്രദ്ധിക്കുക, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൽ കീഴില്ല. ജാതീയ ലോകമായാലും പ്രമാണമുള്ള യഹൂദനായാലും എല്ലാവരും എന്താണ്? പാപത്തിന് കീഴില്ല. അതാണ് ആദാമ്യവർഗത്തിന്റെ പാപം. മറ്റേതൊരു വിഭാഗം എടുത്ത് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്, യഹൂദൻ എന്നില്ല, മോഡലിസ്റ്റ് ഇല്ല, അതുപോലെ ജാതീയൻ എന്നില്ല, എല്ലാവരും ആദാമ്യ തലമുറ തൊട്ട് ജീവിച്ചവരെല്ലാവരും എന്തിൽ കിടക്കുകയാണ്? പാപത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ്. ഈ വക തിരിച്ചറിവുകൾ നമ്മുടെ അകത്ത് ആവശ്യമാണ്. ഇനി വായിക്കാം. നീതിമാനാരുമില്ല, ഒരുത്തം പോലുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാധാരണ നല്ല രീതിയിലൊക്കെ ചിലത് പറയുന്ന വാക്കുകളുണ്ട്. വേദപുസ്തകത്തിൽ പാപം എന്നത് ചെയ്യാത്തവരായ 1-2 ആളുകൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്, ഇല്ലേ? ഒരു പാപം ചെയ്തിട്ടില്ലെന്ന് വെളിപ്പെടുത്തുന്ന, നമ്മൾ പരിചയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ആരൊക്കെയാണത്? യോസഫ്, ദാനിയേൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ബൈബിൾ പഠനത്തിന് 2 തരം പഠനമുണ്ട്. ഞാൻ വലിയ കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും പഠിപ്പിച്ചോന്ന് എനിക്കറിയില്ല. ആരെയാണെന്നോ അതോ എവിടെയാണെന്നോ അറിയില്ല. ബൈബിൾ പഠനത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ടെലിസ്കോപ്പിക്കും, 2 മൈക്രോസ്കോപ്പിക്കും പഠനം. ടെലിസ്കോപ്പിലൂടെ കാണുന്നത് ഏതാണ്? ടെലിസ്കോപ്പിലൂടെ കാണുന്നത്, ടെലിസ്കോപ്പ് ഉപയോഗിച്ചവരെ അകലെയുള്ള കാര്യങ്ങൾ അടുത്ത് കാണിക്കുന്നതാണ് ടെലിസ്കോപ്പ്, അല്ലേ? അപ്പൊ നമ്മൾ ബൈബിള് വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ സൂക്ഷ്മമായി കൃത്യതയോടെ കാണാൻ കഴിയും. അത് ദൂരമേ കാണുന്നതാണ്. എന്നാൽ നമുക്ക് അടുത്ത് കാണുവാൻ തക്ക വിധത്തിൽ അത് നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് സത്യം. അപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ റോമാലേഖനം വായിച്ചു. ഇതിന് ടെലിസ്കോപ്പ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെത്ര വാക്യമുണ്ട്? 31 വാക്യമുണ്ട്. ഹല്ലേലൂയ. ഇതിലെ 5-6 പാരഗ്രാഫുകളുണ്ട്. ഇതിൽ എന്തിനൊക്കെ പരാമർശിച്ചിരിക്കുന്നത്? യഹൂദനെ കുറിച്ചാണ് കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത്. യഹൂദന്റെ പ്രമാണവും ജീവിതവും പ്രമാണവും ഒക്കെ അത് പറഞ്ഞിട്ട് മുഴുവൻ ജാതീയ ലോകത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതാണ് സൂക്ഷ്മ ടെലിസ്കോപ്പിക് എന്ന് പറയുന്നത്. 2 മൈക്രോസ്കോപ്പിക്. മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത് നമ്മുടെ മാംസക്കണകൾക്ക് കാണാൻ കഴിയുന്നതല്ല. അതൊരു തുള്ളി വെള്ളമെടുത്ത്, ഇപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളമുണ്ട്, നമ്മൾ വിചാരിക്കുന്നു നല്ല ശുദ്ധ ഫിൽറ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നല്ല വെള്ളമാണെന്നാണ്. ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ശുദ്ധീകരിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഫിൽറ്ററിലെ ഒരു എന്താ പറയാ കൊക്കോകോള അതിന് ടോപ്പിൽ ഒഴിച്ചാൽ അടിഭാഗത്ത് വരുമ്പോ പ്യൂർ വെള്ളമായിട്ടാണ് വരുന്നത്. കളറൊന്നും വരില്ല അതിനകത്തേക്ക്. അടിയിൽ വരുമ്പോൾ തണ്ണി പച്ചവെള്ളം നമുക്ക് ഇങ്ങനെ കുടിക്കുന്നത് വെള്ളം പച്ചവെള്ളം പോലെ വരികയാണ്. ശരിയാ. ആ വെള്ളത്തിൽ ഒരു തുള്ളിയെടുത്ത് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ചു കൊടുത്താൽ അതിന്റെ അകത്ത് ഒരുപാട് ആൾക്കാർ ഓടി കളിക്കുന്നത് കാണാം. ബാക്ടീരിയാസ് ഓടി കളിക്കുന്നത് കാണാം. അപ്പൊ അത് കാണുന്നതെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കാഴ്ചയ്ക്ക് അത് ശുദ്ധമല്ല. പക്ഷെ അതിന് അശുദ്ധി ഉണ്ടെന്ന് കാണണമെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാംസക്കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതിനെ മറ്റു ഉപാധികളിലൂടെ ലെൻസുകളുടെ സഹായത്തോടെ അതിനെ വലുതാക്കി കാണിക്കുമ്പോഴാണ് ഈ സൂക്ഷ്മജീവികളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതുപോലെ സൂക്ഷ്മ പഠനത്തിലാണ് ഈ വചനം ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. നീതിമാൻ 10-ാം വാക്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. അപ്പൊ യോസഫ് ഉണ്ടോ? ദാനിയേലുണ്ടോ? ഇല്ല. മനസ്സിലായോ? നീതിമാനാരുമില്ല, ഒരുത്തം പോലുമില്ല. പിന്നെ നമ്മൾ ഇതുവരെ കേട്ടതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അവരുടെ പാപം ഇതിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മാത്രം. അതാണ് യഥാർത്ഥ അറിവ്. അവരുടെ പാപം ഇതിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി ദാനിയേലോട് ചോദിച്ചാൽ പറയും, നിങ്ങൾ വിചാരിച്ച പറയാൻ ഭാവിയെ അത്ര മോശക്കാരൊന്നുമല്ല. തന്റെ ജനത്തിന് വേണ്ടി
യെരമ്യാവിന്റെ പുസ്തകം വായിച്ചപ്പോൾ വീണ്ടെടുപ്പിന്റെ സമയമായി എന്ന് കേട്ടാൽ ആമേൻ ദാനിയേൽ പ്രാർത്ഥിക്കാൻ മുഴങ്ങാൻ മണിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥനയുടെ ഏറ്റുപറച്ചിലുണ്ട്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റുപറച്ചിലില്ല, ഒന്നുമില്ല. ആമേൻ കിട്ടട്ടെ പോട്ടെ എന്നുള്ളതാണ്. ആമേൻ ആമേൻ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ ഏറ്റുപറയുമ്പോൾ ഞാൻ എന്റെ പാപവും വായിച്ചിട്ടുണ്ട് നിങ്ങൾ, ഞാൻ എന്റെ പാപവും എന്റെ പിതാക്കന്മാരുടെ പാപവും ഏറ്റുപറഞ്ഞു. ദൈവമക്കളെ, പാപമില്ല എന്ന് ഏതെങ്കിലും ഒരാൾ അവകാശപ്പെട്ടാൽ അവർ ദൈവത്തെ കള്ളനാക്കുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. അതുകൊണ്ട് നമുക്കത് വിടാം. കാരണം അവരുടെ പാപം എന്തെന്ന് ഒരു ഗവേഷണം നടത്തേണ്ട കാര്യം നമുക്കില്ല. അവരിൽ നിന്ന് ദൈവം പത്തിന്റെ പരിശുദ്ധമാണ് നമ്മോട് ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിത വിശുദ്ധി അനുസരിച്ച് ജീവിക്കാനാണ്. അത് മാതൃകയാക്കിയാൽ മതി. അപ്പൊ ഇവിടെ മുഴു ലോകത്തെ കർത്താവ് പറയുക, ദൈവത്തിന് വചനം പറയുകയാണ്, നീതിമാനില്ല ഒരുത്തൻ പോലുമില്ല. ഇനി 11 വാക്യം, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. അവിടെ പറഞ്ഞ 4 കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് 10-11 വാക്യങ്ങളിൽ പറഞ്ഞ 4 കാര്യങ്ങൾ. 1, നീതിമാനില്ല. 2, ഒരുത്ത വ്യക്തി പോലുമില്ല. 3, ഗ്രഹിക്കുന്നവനില്ല. 4, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. മനസ്സിലായോ? ഇനി 5-ാമതൊന്ന് വായിച്ച അടുത്ത വാക്യം, എല്ലാവരും വഴിതെറ്റി. ആമേൻ. 6, ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനം വിഭജിച്ച് ആമേൻ ഓരോന്ന് 1, 2, 3 ആയി നിങ്ങൾ പഠിക്കുമ്പോഴാണ് ദൈവവചനത്തിന്റെ ജീവൻ നിങ്ങളുടെ അകത്തേക്ക് കയറി വരുന്നത്. തിമോത്തിയോസിനോട് അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞു, ആമേൻ മോനെ തിമോത്തിയോസേ, വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. ആമേൻ. അത് മലയാളത്തിലാണെന്നാൽ യഥാർത്ഥത്തിൽ അത് പറയുന്നത് divide the word of God truly. സത്യമായി ദൈവവചനത്തെ വിഭജിച്ച് പഠിക്കുക. അതാണ് വിഭജിക്കാനാണ് പറഞ്ഞത്, പ്രസംഗിക്കാനല്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രസംഗം താല്പര്യമായി വന്നത്. വിഭജിക്കാൻ നമുക്ക് മനസ്സ് കാണിക്കാത്തത് കൊണ്ടാണ്. എന്താണ് വിഭജിച്ചാൽ കിട്ടുന്നത്? എന്താണ് വിഭജിച്ചാൽ കിട്ടുന്നത്? കുഞ്ഞുങ്ങൾക്കറിയാം, ഫിസിക്സ് കഴിക്കുന്നവർക്കറിയാം. ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റി വരിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു തിയറി ഉണ്ട്. ലോക സംഭവങ്ങളെ, ലോക ചരിത്രത്തെ, രാഷ്ട്രീയ മണ്ഡലത്തെ, സൈനിക ശക്തികളെ മാറ്റിമറിച്ച ഒരു എന്താ പറയുന്ന ഒരു തിയറി, ഇക്വേഷൻ. എന്താണത്? ഫിസിക്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഈ എനർജി, ഇനി ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എനർജി സമം E=mc² എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി വരുന്നതിനെ കുറിച്ചൊരു കാര്യം പറയുന്നത് നമുക്കറിയാം. ആറ്റം എന്ന വാക്കുണ്ട്. ആമേൻ. ആറ്റം എന്ന വാക്ക്, കെമിസ്ട്രിയിലെ ആറ്റം എന്ന് പറഞ്ഞ വാക്കിന് വിഭജിക്കാൻ കഴിയാത്തതെന്നാണ് അർത്ഥം. ഒരു പദമാണത്, വിഭജിക്കാൻ കഴിയാത്തത്. എന്നാൽ ഏറിയ കാലങ്ങൾ ശാസ്ത്രം എന്ന് പറയുന്നത് ഇതിനെ ആറ്റം, ഇന്നും അത് പേര് മാറ്റിയിട്ടൊന്നുമില്ല, ഇന്നും അതിന്റെ പേര് അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളിൽ കഴിയാത്ത അവസാനത്തെ പദാർത്ഥത്തിന്റെ ഘടകത്തെ ആറ്റം എന്ന് പറയുന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത്. എന്നാൽ ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ ബുദ്ധി രാക്ഷസനാകുന്ന ദൈവരാമേൻ ഒരു ശാസ്ത്രജ്ഞൻ ഈ ആറ്റത്തെ വിഭജിച്ചു. ആറ്റത്തെ വിഭജിച്ചപ്പോൾ വിഭജിക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രം പറഞ്ഞത്. പക്ഷേ ബൈബിളിലെ മുക്കുവനാകുന്ന പത്രോസ് പറഞ്ഞു, മൂലപദാർത്ഥങ്ങൾ വെന്തഴിയും. അവിടേക്ക് ഞാൻ പോകുന്നില്ല, കാരണം പോയാൽ എന്റെ ഈ ക്ലാസ് അങ്ങോട്ടേക്ക് നീണ്ടു പോകും. അതിശക്തമേറിയ കഠിനമേറിയ ചൂട് ഇതിലേക്ക് കടത്തിവിട്ട്, ആറ്റത്തിലേക്ക് കടത്തിവിട്ടിട്ട് അതിന്റെ ഉള്ളിലുള്ള മൂലങ്ങൾ, അതിനുള്ള ആറ്റത്തെ വിഭജിക്കുമ്പോൾ പുറത്തു വരുന്നതിന്റെ പേരാണ് എനർജി. ആ എനർജിയാണ് 1946 ആഗസ്റ്റ് മാസം 5-ാം തീയതിയും ആഗസ്റ്റ് മാസം 9-ാം തീയതിയും ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്ന പട്ടണത്തിൽ അതിന്റെ വിരിമാറ് തകർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ മാംസങ്ങൾ ചതറിപ്പോകുകയും, ഹിരോഷിമ ഡയറി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, മലയാളത്തിൽ
ഇത് കിട്ടും. കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിൽ തപ്പണം. ഹല്ലേലൂയ. ആളുകൾ നിൽക്കുന്ന നിപ്പിൽ അവരെ കണ്ണുകൾ പഴുത്തിരിഞ്ഞ് ഉള്ളിലേക്ക് വീഴുക, മാംസങ്ങൾ ചെതറി പോകുക. ആർക്കും മനസ്സിലാവുന്നില്ല എന്ത് സംഭവിച്ചു. പെട്ടെന്ന് വീഴുന്ന മനുഷ്യൻ ഇന്നും ജപ്പാനിലെ പുതിയ ധരിക്കുന്ന തലമുറയും നല്ലൊരു ശതമാനം അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നു. എന്തുകൊണ്ട്? എനർജി പുറത്തു വന്നപ്പോൾ അതിനുപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുവാനല്ല സംഹാരത്തിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ജീവശവമായി മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. അതുപോലെ ദൈവത്തിന്റെ വചനത്തെ വിഭജിച്ച് പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തെ വിഭജിച്ച് പഠിക്കുമ്പോൾ അതിന് ചൂട് മാത്രമല്ല, എനർജി മാത്രമല്ല, ഹല്ലേലൂയ, ഇതിന്റെ അകത്തുനിന്ന് സൗഖ്യമുണ്ടാകും. കേട്ടോ? ഹല്ലേലൂയ. ഒരു സൗഖ്യത്തിന്റെ വചനം എടുത്തുകൊണ്ട് നീ സത്യമായിട്ടൊന്ന് വിഭജിച്ചിട്ട്, ഹല്ലേലൂയ, ആ സൗഖ്യത്തെ കുറിച്ച് ദൈവത്തിന്റെ ഉടമസ്ഥകൾ ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ അതിന്റെ അകത്തുനിന്ന് നിന്റെ സ്തോത്രത്തിന്റെ ചൂടിൽ വിഭജിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നിനക്ക് സൗഖ്യം തരൂ. നിന്റെ ദുഃഖങ്ങളെ തുടച്ചു മാറ്റോ, നിന്റെ കണ്ണുനീരിൽ നിന്ന് തുടച്ചു മാറ്റോ, നിന്റെ ബലഹീന ശരീരത്തിന് ശക്തീകരിക്കോ. വചനത്തെ വിഭജിച്ച് പഠിക്കാനൊന്ന് ശ്രമിക്കേ. നമ്മളെപ്പോഴും കേട്ടു പോകുന്നവരാ, വചനം കേട്ട് 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 പോവുക. ഹല്ലേലൂയ. ഞാനിപ്പോ പറഞ്ഞല്ലോ, അവൻ വചനത്തെ വിഭജിച്ചു. എന്റെ കണ്ണിൽ ഒരാൾ മാത്രമേ അത് പഠിക്കാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ദൈവമക്കൾ, നിങ്ങൾ എനിക്ക് വേണ്ടി പഠിക്കണമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ല. ഞാനത് അവസാനിപ്പിച്ച കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഇവിടെ ഞാൻ പറഞ്ഞത് നോട്ടൊക്കെ പറഞ്ഞ് നോട്ട് പുസ്തകം എടുക്കുന്ന ഹല്ലേലൂയ ഇവിടെ ഇതിലേക്ക് ഓരോ സ്ഥലത്തിന്റെ ഉള്ളിലാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തി. താല്പര്യങ്ങൾ പഠിച്ചോ, വിഭജിച്ച് പഠിച്ചോ, അതിന് നന്മ ഒന്നിക്കുന്നത്. ഈ വചനത്തിനകത്തേക്ക് ഹല്ലേലൂയ ഈ തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? യഹൂദന്മാർ തിരുവെഴുത്തുകൾ നല്ലോണം പഠിച്ചു. എന്തുകൊണ്ട് പഠിച്ചപ്പോൾ എന്തൊക്കെ കിട്ടിയത്? അവർ ധരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു, അതിൽ ജീവനുണ്ടെന്നല്ലോ നിങ്ങൾ വിചാരിക്കണം. ഇതിനകത്ത് ഈ വായന എന്തുകൊണ്ട്? ഞാൻ റോമാലേഖനത്തിന്റെ ഗലാത്യ ലേഖനത്തിന്റെ ആരംഭത്തിൽ ഞാൻ ഒരു ക്ലാസ് ഒരു ചെറിയ പഠനം നിങ്ങൾക്ക് പറഞ്ഞല്ലോ. നമ്മുടെ ഭക്തി ലീഗലിസമായി മാറി. ലീഗലിസമായി മാറി ഭക്തി എന്ന് പറഞ്ഞാൽ അത് 3-ാം അധ്യായം. അത് വായിച്ചാൽ സംതൃപ്തി അല്ലേ? വായിക്കുമ്പോൾ സംതൃപ്തി. നീ നിന്റെ പ്രിയനോട് സംസാരിക്കാനായിരുന്നുവോ വചനം വായിച്ചത്? ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ അവൻ തിരുവെഴുത്തല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് കണ്ട് എന്റെ പിതാവിനോട് സംസാരിക്കുന്നതാണ് തിരുവെഴുത്തെന്ന് അപ്രിയനോടുള്ള പ്രേമത്തിലാണോ നീ വചനം വായിക്കുന്നത്? അത് 3-ാം അധ്യായം വായിച്ചെടുക്കുക. വർഷത്തിൽ ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചെത്തിക്കേ. എന്തായിരുന്നു നമ്മുടെ താല്പര്യം? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിച്ച കാലങ്ങൾ എത്രയായി? ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ തന്നിട്ട് കാലങ്ങൾ എത്രയായി? ദൈവത്തിന്റെ വചനം നിന്നെ ആശ്വസിപ്പിച്ചൊരു കാലം എത്രയായി? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നും നമുക്ക് മനുഷ്യന്റെ ആശ്വാസം വേണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നും നമുക്ക് മനുഷ്യൻ നമ്മെ ആശ്വസിപ്പിക്കണം. കർത്താവിന്റെ ആശ്വാസം നമുക്ക് കിട്ടുന്നില്ലല്ലോ. ദൈവത്തിന്റെ സൗഖ്യം നമ്മുടെ അകത്തേക്ക് വ്യാപരിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. ഹല്ലേലൂയ. വചനത്തിനകത്ത് ജീവനുടെ വചനത്താലാണ് ദൈവം തന്നെ ജനത്തോട് ഇടപെടുന്നത്. ദൈവം നമ്മെ വിടിവിക്കുന്നത് എന്തിലൂടെയാണ്? വചനം വെച്ചാണ് വിടിവിക്കുന്നത്. അവനവന്റെ വചനം അയച്ചു, അവരെ വിടിവിച്ചു വചനം വായിക്കുന്നത്. ആകെ ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ഇതിനെ ലീഗലിസമായി മാറ്റാതെ, ചടങ്ങുകളായി മാറ്റാതെ. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, വാട്സപ്പിൽ വാക്യം വിടാനുള്ള പഠനമല്ലാതെ നിന്റെ കർത്താവുമായി നിന്റെ രക്ഷകനുമായി നിന്റെ രാത്രി എന്ന് പകൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മുഴുവൻ ഞാൻ അത് നൽകം വിട്ടാ പോകുന്നത്. കാൽവരി കുരിശിന്റെ മീതെ ഹല്ലേലൂയ സകല കൂടെ നടന്ന അമ്മ പോലും വിട്ടുമാറിയിട്ടുണ്ട്. ഹല്ലേലൂയ സകല പ്രലോഭനങ്ങൾ വന്നിട്ടും പിതാവിന്റെ ഇഷ്ടം നീതി നിർവഹിച്ചപ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്ന ചോദ്യം മരണം വരെ വെല്ലുവിളി നിർത്തിയിട്ടും ക്രൂശിൽ കടന്ന ശരീരം വേദന കൊണ്ട് പിണയുമ്പോഴും നീ ദൈവപുത്രനാണെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവളെ നിന്നുകൊണ്ട് അട്ടഹസിക്കുന്ന പുരോഹിതത്തിന് മുമ്പാകെ ശാന്തശീലനായി അവരെ കേട്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ യേശുക്രിസ്തു നിങ്ങളൊന്ന് ചിന്തിച്ച്, യേശുക്രിസ്തു ഞാൻ ദൈവപുത്രനെ ചിന്തിച്ച് അവൻ ഇറങ്ങാൻ ശ്രമിച്ച
ഇറങ്ങും. ഹല്ലേലൂയ. അവൻ ഇറങ്ങുമായി ഉള്ളവർക്ക് യേശു ഈ നിന്ദ കേട്ടിട്ടും ഈ അപമാനം കേട്ടിട്ട് ഇറങ്ങാതെ കടന്നത് എന്നെ തന്റെ ഉള്ളത്തിൽ വഹിച്ചുകൊണ്ടാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളവരെ സ്വന്തത്തിൽ ആരാധിക്കട്ടെ. ആ നന്ദി കാണിക്കാറുണ്ടോ? ആ നന്ദി കാണിക്കാറുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ സഭയില് എല്ലാവരും ഒരു പേര് എഴുതാൻ ഓർത്ത് നിങ്ങളൊരു കടലാസ് എടുത്ത് നിങ്ങൾ എഴുതുക. എന്റെ പേര് ഇന്ന് തൊട്ടോ എന്റെ പേര് എഴുതി, മനസ്സിന്റെ പേര് എഴുതി, എന്റെ മക്കളുടെ പേര് എഴുതി, പിന്നെ ഡോൾസോന്റെ എഴുതി, അത് കഴിഞ്ഞാൽ പിന്നെ ജോഷി എഴുതി, രാജസോഹൻ തമ്പികൾ എഴുതി, സുഹൃനെ എഴുതി, ഇങ്ങനെ അതുപോലെ തന്നെ അതിലെ പിടിച്ച് നമ്മുടെ ബേബ്സോൻ എഴുതി, തങ്കമത്സിങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ എഴുതി അവരുടെ വീട്ടിലുള്ള പേരുകൾ എഴുതുക. എഴുതി വരുമ്പോൾ ഏകദേശം എത്ര മിനിറ്റ് എടുക്കും? ആരെങ്കിലും ശ്രമിച്ചു നോക്കിയിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ പറയാം, 13 മിനിറ്റ് ഓർത്ത് എഴുതി തീർക്കാൻ. 13 മിനിറ്റ് സ്പീഡ്. ചിലപ്പോൾ 15-20 മിനിറ്റ് വേണ്ട. 13-ൽ 3 അംഗീകരിക്കില്ല. 10 മിനിറ്റ്. 10 മിനിറ്റ് ദിവസം പ്രാർത്ഥിച്ചാൽ എത്ര പേരുണ്ട്? പേരൊന്നും പറയണ്ട. 10 മിനിറ്റ്. ഹല്ലേലൂയ. 10 മിനിറ്റ് പ്രാർത്ഥന ജീവിതത്തിൽ ചെലവഴിച്ചവർ വ്യക്തത മനസ്സിലായോ? നമ്മൾ പറയുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നമ്മുടെ ജീവിതവും നമ്മുടെ ആത്മീയതയും വരെ ബന്ധമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ യേശുവിനെ വാസ്തവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതോ ഇന്നത്തെ പൊതുലോകത്തെ പോലെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ചോദിച്ച കിട്ടുമെന്നുള്ള ചിന്തയിൽ കൂടിയാണോ ദൈവത്തിൽ ജീവിക്കുന്നത്? ഈ ഉദാസീനത മാറിപ്പോകും. കേട്ടോ, ഈ ഉദാസീനത മാറിപ്പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആവികൾ കണ്ണിന് മറഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്ന് പകൽ ദൈവത്തിന്റെ മക്കളെ നാം മനസ്സിലാക്കുക. ദൈവത്തിന്റെ വചനം, ഞാൻ പറഞ്ഞ 6 ഭാഗം ഇതിനകത്തുണ്ട്. 2-3 വാക്യത്തിനകത്ത്. ഇത് നിങ്ങൾ ഇവിടെ വെച്ച് ഞാൻ പറയുന്നത് പോയി പഠിക്കാനാ. അതിനായിട്ട് ഓരോന്നും വിഭജിച്ച് തരുന്നത്. നിങ്ങളത് വായിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരൊറ്റ മോഡല് മാത്രം പറയാം. ഹല്ലേലൂയ. ഗ്രഹിക്കുന്നവരില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല, ഗ്രഹിക്കുന്നവരില്ല. എന്താ അതിന്റെ അർത്ഥം? എന്താണ് ഗ്രഹിക്കാത്തവൻ? ആരാണ് ഗ്രഹിക്കാത്തവൻ? ഞാൻ ഏത് വിഭാഗത്തിൽപ്പെടും? ഇങ്ങനെക്ക് കിട്ടും. ദൈവവചനം ധ്യാനിച്ചാലേ നമുക്ക് നമ്മെ കാണാൻ പറ്റും. ഗ്രഹിക്കുന്നവനില്ല. ശരി, എന്നിട്ട് നാം നമ്മോട് ചോദിക്കണം, കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് ഞാൻ ഗ്രഹിച്ചു. എന്തെങ്കിലും എടുത്ത് പറയാൻ പറ്റുമോ? ഒരു കടലാസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഭാഷ പ്രസംഗിച്ചത് ഇന്ന സങ്കീർത്തനമാണ് കർത്താവ് തോണിസ്വരം പ്രസംഗിച്ചത്, അതിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഹോളിന്റെ പടിയിറങ്ങുമ്പോൾ ഓർക്കുന്നവർ എത്ര പേരുണ്ട്? ഈ ഹോളിന്റെ പടിയിറങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അത് നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്കത് സാധിക്കുന്നില്ലെങ്കിൽ അതിന് പിന്നെ വലിയൊരു അബദ്ധമുണ്ട്. എന്തെന്നറിയുമോ? പാട്ടുപാടിയ എല്ലാവരും കൂടെ സ്വന്തക്കാച്ചിട്ട് നശിച്ചു കൊടുത്തൊക്കെ നിന്റെ പേര് ആധിപത്യ ദൈവത്തിനല്ല, നിന്റെ മേലാധിപത്യം ആർക്കാണ്? ശത്രു എന്ന് പറഞ്ഞ പോരാ, പിശാചി. ശത്രു എന്ന് പറഞ്ഞാൽ കോമണ, പിശാചി. ഞാൻ എന്താ പറയാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. യേശു ക്രിസ്തു ഒരൊറ്റ പാത്രത്തിൽ നിന്നെല്ലാം മറിച്ചത് അല്ലേ? വഴിയരികെ വീണതും, മുള്ളിനടി വീണതും, പാറക്കടയിൽ വീണതും, നല്ല നിരത്തി വീണതും 4 തരം ക്വാളിറ്റിയുള്ള വിത്തായിരുന്നു. ഒറ്റ വിത്തെന്ന്. അതിൽ വഴിയവണ്ടിൽ വീണത് അരുകത്തോണ്ടായി സാത്താൻ കൊണ്ടുപോയി. ഈ വഴിയാകുന്നത് എപ്പോഴാണ്? ഇപ്പൊ ഇവിടെ പൊന്തക്കാടെന്ന് വിചാരിക്കുക, ഞാനൊന്ന് കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് പോയി എഴുതി ഇങ്ങനെ കറങ്ങുന്നതിന് പകരം ഞാൻ ഈ വഴി കൂടെ മൊന്തക്കൊന്ന് തപ്പി അടിച്ചു മാറ്റി ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നാലെ പിള്ളേർ വന്നു. ഒരു 5-10 ആൾ നടന്നാൽ അതെന്തായി തീർന്നു. പിന്നെ വഴിയായി മാറി. വഴി എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ശീലിച്ച സ്വഭാവങ്ങൾ, ശീലിച്ച ചില സ്വഭാവങ്ങൾ, അവയെ വിട്ടുമാറാൻ പറ്റാത്ത ചില സ്വഭാവങ്ങൾ, അവൻ ഉൾപ്പെടുപ്പ് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന നിന്റെ സ്വഭാവങ്ങൾ, അതിലാണ് വിത്ത് വീണത്. കേട്ടോ, വിത്ത് വീണ ഉടനെ ഈ വഴിയുടെ ഉടമസ്ഥ പിശാച് ഹൃദയത്തിൽ നിന്നും വചനം എടുത്തു കൊണ്ടുപോയി. എവിടുന്ന പിശാച് കൊണ്ടുപോയത് വചനം? അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ കയറാൻ ആർക്ക് കഴിഞ്ഞു?
അപ്പൊ നമ്മൾ ആരെ വകയാണ്? നമ്മളൊന്നും ഞാൻ പറയുന്നില്ല. വചനം കേൾക്കുന്ന മറക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിൽ ആർക്ക് അധികാരം? ദൈവത്തിന്റെ പരിശുദ്ധത്തിൽ അധികാരമുണ്ടോ? ഇല്ല. നാം പരിമിതികളുള്ളതാണ്. നമുക്ക് എല്ലാം ഓർക്കാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടാ ഒരു കടലാസും വേദിയായിട്ട് ഒത്തിരി വരാൻ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് ഒരു കടലാസും വേദിയായിട്ട് വരാൻ വന്നത് പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ. അവന് നിന്റെ പേരുള്ള നിന്റെ പരിമിതികളെ, ബുദ്ധിപരമായ പരിമിതികൾ ഉപയോഗിച്ച് നിന്റെ ഹൃദയത്തിനകത്ത് കയറിക്കൊണ്ട് എന്തെങ്കിലും നിനക്ക് നന്മയ്ക്കും വിടുതലിനും ആശ്വാസത്തിനും സൗഖ്യമായി മാറേണ്ട വചനം അത് പിശാച് എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഇന്ന് പകലങ്ങളിൽ നിലവിളിക്കാൻ കഴിയുന്ന വരുന്നത്. ദാവീദ് കരഞ്ഞു കേട്ടോ. ദാവീദ് കരഞ്ഞു. എന്തിനാ? രക്ഷയുടെ സന്തോഷത്തിൽ ഇറങ്ങിത്തരണം. രക്ഷിക്കപ്പെട്ടപ്പോൾ വലിയ മൂച്ചായിരുന്നു. പോലും ഉണ്ടോ? പവലുണ്ടോ? ഇപ്പൊ ഒരു ഭാരായില്ലേ? യോഗത്തിന് പോവാതിരിക്കാൻ പറ്റാത്തതൊരു ഭാരായില്ലേ? സൺഡേ സ്കൂളിൽ ഇരിക്കാൻ പറ്റാത്തതൊരു ആമേ ഭാരായില്ലേ? ഇരിക്കുന്നൊരു ഭാരായില്ലേ? ആമേ സീനിയർ മീറ്റിംഗിൽ ഭാരായി തീർന്നില്ലേ? എന്തെങ്കിലും കാരണം അത് ഒഴിവാൻ ശ്രമിക്കല്ലേ? ഇപ്പോ എന്താ കാരണം? പോയി കേട്ടോ. പക്ഷെ ദാവീദ് അത് തിരിച്ചറിഞ്ഞു. അവൻ കരയാൻ ആരംഭിച്ചു. ഇവിടെ കരഞ്ഞു. അവന്റെ അടുത്ത് തൂത്ത് പറഞ്ഞ നാദാം പ്രവാചകന്റെ തോളത്ത് തട്ടിക്കൊണ്ടു പേടിക്കേണ്ട ദാവീദേ, ദൈവം നിന്നെ ക്ഷമിച്ചു. ഇന്ന് പകൽ ദൈവം ക്ഷമിച്ചു എന്നൊരു വാക്ക് കേൾക്കത്തക്ക വിധത്തിൽ കരയുവാൻ നിങ്ങൾ എത്ര പേർ നിലവിളിക്കുന്നത് ദൈവമക്കളെ. ഈ കേൾക്കുന്ന വചനം മറന്നുപോയാൽ എന്താ കാര്യം അറിയുമോ? ഈ വചനം കേൾക്കുന്ന ഈ വചനം ഒരുപക്ഷെ നിന്റെ സൗഖ്യത്തിൻ്റെതായിരുന്നു. നീ കേട്ടില്ല, ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അവഗണിച്ചു. ഈ വചനം എന്തായിരുന്നു? നിന്റെ ഉള്ളിൽ സൗഖ്യമായി മാറേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇത് നിനക്ക് ആശ്വാസമായി മാറേണ്ടതായിരുന്നു. ഇത് നിന്റെ കുടുംബത്തിന്റെ വിടുതലായി മാറേണ്ടതായിരുന്നു. ഇതിന്റെ കുടുംബത്തിന്റെ സൗഖ്യത്തിന് ആശ്വാസ സമാധാനമായി തീരേണ്ടതായിരുന്നു. ആ നല്ല വചനല്ലേ നഷ്ടപ്പെട്ടത് നമ്മുടെ ഉള്ളിൽ. അപ്പൊ ഈ വചനത്തെ ധ്യാനിച്ച് വായിച്ച് ഗ്രഹിക്കുമ്പോഴാണ് അവയെ ദൈവമക്കളെ നമ്മൾ വചനപ്രകാരം വിശുദ്ധി പാലിക്കുന്നത്. അല്ലാത്ത വിശുദ്ധി നമ്മളൊക്കെ കൊടുത്ത് വിശുദ്ധി കൊടുക്കുന്നതാണ്. നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തികൾ പോലെ എന്താണ്? നീതി പ്രവൃത്തികൾ കറ പുരണ്ട തോന്നിയാൽ ഇത് തിരിച്ചറിഞ്ഞാൽ ഒരുപാട് വിടുതലുകൾ നമുക്ക് കിട്ടാനും ആശ്വാസം പ്രാപിക്കാനും നമുക്ക് കഴിയും കേട്ടോ. ഇന്ന് പകൽ മനസ്സിലാക്കുക, വചനത്തിനും വാഴ പറക്കണം, വചനത്തിനും വാഴ പറക്കണം. കല്ലിച്ചു പോകല്ലേ, മരവിച്ചു പോകല്ലേ. ഒന്ന് കീഴ്പ്പെട്ടാൽ, ഒന്ന് അനുസരിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെയാണ്. അവൻ അത് വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കും. നമുക്ക് സെൽ ഗ്രൂപ്പുകളുണ്ട്. ആ സെൽ ഗ്രൂപ്പുകൾ കടന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത നിങ്ങളുടെ ലീഡേഴ്സുകൾ സംസാരിക്കാം. അതെനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എത്ര ശാന്തതയോടെ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയും. എപ്പോഴെങ്കിലും വചനം വായിച്ച് സംശയം തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വചനം വായിച്ചിട്ട് ഒരു ഭയം തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വചനം വായിച്ചിട്ട് ജീവിതത്തിൽ അത് ചെത്തി മാറ്റേണ്ടതുണ്ടെന്നുള്ള തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽ നോക്കുക, നമ്മുടെ സെൽ ഗ്രൂപ്പുകളും ലീഗിന് സഭയിൽ മാറി. സെൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കാനല്ലായിരുന്നു. അനേക ആശ്വാസമായി അനേക ഭവനങ്ങളിൽ അവൻ കടന്നുപോയിട്ട് അനേകരെ നിങ്ങളെ സ്നേഹത്താൽ ആകർഷിച്ചിട്ട് അവനെ കൊണ്ടുവരേണ്ട മീറ്റിംഗ് നമ്മുടെ പ്രാർത്ഥനയും ജാതികൂടിയായിട്ട് അവസാനിപ്പിച്ചു. ഇതല്ല നമ്മുടെ സെൽ ഗ്രൂപ്പുകൾ. കഴിഞ്ഞ ദിവസത്തെ സെൽ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് എന്റെ കയ്യിൽ വന്നു. ആകെ എത്ര പേര്? 9 പേരല്ലേ? ആകെ മെമ്പർഷിപ്പ് എത്ര പേരാ? ആകെ എത്ര പേരുണ്ട്? നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? സെൽ ഗ്രൂപ്പില് ഇതാണ് കേരളം. ആകെ എത്ര പേരുണ്ടെന്ന് ലീഡർക്ക് അറിയില്ല. ഏതായാലും 7 പേര് മുടക്കായിരുന്നു. മനസ്സിലായോ? ദൈവങ്ങളെ, നിങ്ങൾക്ക് എന്തായിരുന്നു തിരക്ക്? കർത്താവിന്റെ മുമ്പിൽ ചെന്നിരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ തമ്പുരാൻ വിളിച്ചിരുത്തണോ? തമ്പുരാൻ വിളിച്ചിരുത്തും. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് കാര്യപരിപാടി ഉണ്ടെങ്കിൽ. യോന നിലവിൽ പ്രസംഗിക്കണം ദൈവത്തിന് പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആത്മഹത്യക്ക് ശ്രമിച്ച് കടലിൽ ചാടിയിട്ടും ദൈവതമ്പുരം മീനിനയച്ച വിഴുങ്ങി അവൻ വീട് വായിച്ചത്. കാര്യപരിപാടിയിലേക്ക് എന്ത് ചെയ്യും?
കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുണ്ട് വാക്ക്. നമ്മളെ വചനം അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത്. നീ ഒന്നിന് ശീലവനായിരുന്ന നന്നായിരുന്നു, അല്ലെങ്കിൽ നീ ഉത്സവനാകുന്നത് നന്നായിരുന്നു. ഇത് രണ്ടുമല്ലാത്തത് വാട്ട സ്വഭാവമുള്ളത് കൊണ്ട് നിന്നെ ദൈവം നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് ഒന്നു കളയും. തുപ്പിക്കളയും. പച്ച മലയാളത്തിൽ കൊണ്ട് തുപ്പിക്കളയുന്നു. മനസ്സിലായി? എല്ലാവരും ദൈവം മണിക്ക് വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അവസരം കിട്ടുന്ന പോലെ പലപ്പോഴും ശാസ്ത്രം കേട്ടിട്ടും കൂടെ ശാസ്ത്രം കേട്ടിട്ടും ശാഠ്യം കാണിച്ചാൽ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയില്ലെങ്കിൽ നീക്കുപോക്കില്ലാതെ ദൈവം മാറ്റിക്കളയും. കേട്ടോ? അതേ ദൈവവചനത്തോട് കളിക്കാൻ നിൽക്കല്ലേ. ദൈവവചനം ജീവനും വാളാണത്, ഇരുവാഴ്ത്തലും ആണാണത്. അതിന്റെ അകത്ത് തമാശ പാടില്ല. ഇതിനെ ഭയത്തോടും വിറയലോടും കൂടെ വേണം സമീപിക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ സെൽ ഗ്രൂപ്പുകളും മീഡിയസ് ആയാലും മറ്റുള്ളവരായാലും എത്രമാത്രം ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത്. അതേ നമുക്ക് നമ്മോട് മാത്രമേ കടപ്പാടുള്ളൂ. നമുക്ക് നമ്മോടല്ല കടപ്പാട്. ചുറ്റുപാട് നശിച്ചു പോകുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ, യേശുവില്ലാതെ മരിക്കുന്നവർ, ലോകത്തിന്റെ നിരാശയ്ക്കെടുക്കുന്നവർ. എനിക്ക് എല്ലായിടത്തേക്ക് ചെല്ലാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരുകളിലേക്ക് ചെല്ലാം. അതിനുവേണ്ടി സെൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിപ്പോ എന്താക്കി മാറ്റി? നമ്മളെല്ലാവരും നമ്മൾ കൂടി പാട്ട് പാടി ചായ കുടിച്ച് അവസാനിപ്പിക്കുന്ന ആശീർവാദം പറഞ്ഞ പരിപാടിയാക്കി മാറ്റി. അതല്ല, ഓരോ ഗ്രൂപ്പുകളും തങ്ങളുടെ സമീപത്തുള്ള രോഗികളായി കിടക്കുന്നവരെ, പ്രാർത്ഥന ആവശ്യമുള്ളവരെ, അവരടുക്കിലേക്ക് മറ്റുള്ളവരുമായി കടന്നു ചെന്ന് നിയമവിധേയമായ കാര്യങ്ങൾ ചെന്നുകൊണ്ട് അവരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് അവർക്കൊരു തുള്ളി ആശ്വാസം കൊടുത്തുകൂടായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവ വാഗ്ദത്തം തരണം. ആത്മാക്കൾ പറഞ്ഞത് എങ്ങനെയാ വരും? നീ പുറത്തേക്ക് ഇറങ്ങുന്നത് ആരാ നമ്മുടെ കൂടെ വരുന്നത്? മനസ്സിലായോ? നമ്മുടെ കാപട്യങ്ങൾ ഇതാ പറയുന്നത്, ഗ്രഹിക്കുന്നവനില്ല. വചനത്തെ ഗ്രഹിക്കുന്നവനില്ല. ഇന്ന് പല ദൈവമക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നു. എല്ലാവരും 12 മൈക്കിൽ വായിച്ചു. ആമേൻ. ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു? വഴി തെറ്റിയിട്ട് വേറെ സ്ഥലത്ത് ചെല്ലല്ല ചെയ്തത്. അത് ശ്രദ്ധിച്ചോളൂ, കേട്ടോ? ഇപ്പൊ ഞാൻ പറയാം, കുന്നകുളത്തേക്ക് പോകണം, ഇങ്ങോട്ടേക്ക് പോയാൽ എനിക്ക് അവിടെ ചെല്ലാം, വടക്കാതിരി ചെല്ലാം. പക്ഷെ എനിക്ക് അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു മുന്നറിയിപ്പ് കിട്ടി ക്രമീകരണം വന്നാൽ തിരിച്ചു പോകാൻ കഴിയും, വഴിതെറ്റിൽ തിരുത്താൻ കഴിയും. പക്ഷേ അടുത്ത വാക്യം നിങ്ങൾ വായിച്ച് എല്ലാവരും വഴിതെറ്റി ഇവിടെ എന്താ തീർന്നേ? കൊള്ളരുതായ്മ വരുന്നു. ദൈവം ആ ധാന്യവർഗത്തെ ശിക്ഷിക്കുമ്പോ പറയുകയാണ്, അവരെ കുറ്റവിധിക്കുമ്പോ കുറ്റാരോപണം നടത്തുമ്പോ പറയുകയാണ്, നിങ്ങൾ എന്റെ ജീവിതത്തിൽ വഴിതെറ്റിയപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണ്? കൊല്ലരുതാത്തത് ചെയ്യാൻ പോകുക. കാരണം പരിശുദ്ധാത്മാവ് മാറ്റപ്പെട്ടു. എപ്പോഴാണ് നമുക്ക് കുറ്റബോധം? ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത്? നമ്മുടെ അകത്തൊരു ദൈവത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. അത് പറയും. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, നീതിയെ കുറിച്ചും ന്യായത്തെ കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളതിനെ മുന്നറിയിപ്പ് തരും. എന്നാൽ എന്നും വായിക്കുകയോ ദൈവത്തിന്റെ ആത്മാവ് എന്നും നമ്മൾ ഇതുപോലെ മോനെ എന്ന് പറയോ? ഇല്ല. പിന്നെന്ത് ചെയ്യും? ദൈവം നിന്നോടുള്ള പക്ഷപാതം നിർത്തും. അങ്ങനെയല്ലേ? എന്റെ ആത്മാവ് മനുഷ്യരോട് സദാകാലം ബാധിക്കുകയില്ല. ഇന്ന് പകൽ മനസ്സിലാക്കുക, ഒരു കുറ്റബോധം വരുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ഒരു അനുതാപം വരാത്ത ഹൃദയത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഒന്നും തോന്നുന്നില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക, ആത്മാവ് എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് നിനക്ക് കുറ്റബോധം തരുമായിരുന്നു. ഏത് നീചകൃത്യം ചെയ്താലും എന്ത് ചെയ്താലും എപ്രകാരം ചെയ്താലും ഇന്നൊരു വേദന പോലും ഇല്ലാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുന്നില്ല. ഈ ശരീരം എന്തായി മാറി? ഇത് മണ്ണായി മാറി. ഇതിൽ യേശു ക്രിസ്തു ഇരിക്കുമ്പോൾ മാത്രമല്ല ദേവാലയം മാറുള്ളൂ. പരിശുദ്ധാത്മാവ് ആയിരിക്കുമ്പോൾ മാത്രമല്ല ദൈവമന്ദിരമായി മാറൂ. ഈ പരിശുദ്ധാത്മാവും ദേവതാവത്തിന്റെ അകത്തിലേക്ക് ഇതിന്റെ വേദന വെറും മൺകൂടല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഇത് മരിച്ച മണ്ണോട് ചേരും. ആത്മാവ് ഹല്ലേലൂയ ദൈവത്തിലേക്കല്ല പോകുന്നത്. ആമേൻ. ക്രിസ്തുവിൽ മരിച്ചവർ അവനോട് കൂടെ ചേരും. ക്രിസ്തുവിൽ മരിച്ചവർ
യേശുവിനോട് ചെയ്തു. ക്രിസ്തുവിൽ മരിക്കാത്തവനോ? ക്രിസ്തുവിനോട് ചേർന്നെങ്കിൽ പിന്നെ പോകുന്ന സമയത്താ പിശാചിന്റെ ചേർത്ത് വയ്ക്കും. എല്ലാരും കൂടെ ഒരുമിച്ച് വരും. അതുകൊണ്ടൊരു വചനമുണ്ട്. ഞാൻ പറയും, വചനം പഠിക്കാത്തത് കൊണ്ട് ധൈര്യത്തോടെ നടക്കുന്നത്. ഒന്നാം പുനരുത്ഥാനത്തിൽ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധരുമാകുന്നു. രണ്ട് പുനരുത്ഥാനമുണ്ട്. രണ്ടാമത്തെ പുനരുത്ഥാനം ന്യായവിധിക്ക്. ന്യായം വിധിച്ചത് ഓരോരുത്തരും നരകത്തിലേക്ക്, പിശാചിനും അവന്റെ ദൂതന്മാർക്കും മാത്രം ഒരുക്കിയ നരകത്തിൽ നീ എന്തിൽ പോകണം? എന്റെ പ്രിയ സഹോദരന്മാരെ, എന്റെ പ്രിയ സഹോദരിമാരെ, എന്റെ പ്രിയ മക്കളെ, അത് പിശാചിന് ഒരുക്കിയ നരകമല്ലേ? നിങ്ങൾ എന്തിൽ പോകണം? നാം ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരും ഭാഗ്യവാന്മാരും വിശുദ്ധരുമായിരിക്കാൻ ജീവിതത്തെ വിശുദ്ധിയോടെ ജീവിക്കുക. ഈ ലോകത്തിൽ ഒന്നും നിനക്കില്ലെങ്കിലും, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു കൊട്ടേഷൻ വായിച്ചു. ഹല്ലേലൂയ. 10 കോടിയുള്ള അല്ലെങ്കിൽ ഒരു വീട് പണിതാലും 10 ലക്ഷത്തുള്ള വീട് പണിതാലും ഉറക്കം ഒന്നേ ഉള്ളൂ. ഉറക്കം. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കേൾക്കുന്ന വചനം ന്യായവിധിക്ക് പോകല്ലേ. ഇത് തിന്മയായി ഭവിക്കല്ലേ. നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി ഇത് മാറും. അപ്പൊ എല്ലാവരും വഴി തെറ്റിയാൽ പിന്നെ എന്തായിരുന്നു? കൊള്ളരുതാത്തവരായി മാറും. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ദൈവത്തോടുള്ള ബന്ധം കിട്ടാൻ നന്മ ചെയ്യാൻ പറ്റില്ല. ഹൃദയം കഠിനായി, കല്ലായി, ഒരു വശവും ഇല്ല, ഒരു വേദനയില്ല. ദൈവിക ജീവൻ ഒഴുകുമ്പോൾ മാത്രമേ ജീവൻ, ശരീരത്തിന് ജീവൻ ഉണ്ടാകാൻ വേദന ഉണ്ടാകൂ. എന്റെ കൈയും പാമ്പയും മുറിഞ്ഞു മാറി. ഡോക്ടറിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞത് വെറുതെ തൂറ്റിച്ചു കൂട്ടണ്ട, ഇത് 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ തന്നെ എടുത്ത് കളയുന്നത്. ഞാൻ ബൈബിൾ പഠിക്കുന്ന ദൈവദാസന, ഒരു വികലാംഗനാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. താങ്കൾ കുത്തിക്കോ, പോകട്ടെ. അദ്ദേഹം പറഞ്ഞു, ഒരു പഠിപ്പ് കൈപ്പത്തിക്ക് ഇപ്പൊ ഒരു വിരലിന്റെ കഷ്ടേ പോയുള്ളൂ, കൈപ്പത്തി കയറും. ഞാൻ പറഞ്ഞു കാര്യമില്ല. എന്റെ ദൈവം, ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ മിറാക്കിൾ വിശ്വസിക്കുന്നു, ഞാൻ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നു. അന്ന് അദ്ദേഹം അവിടെ എന്റെ വച്ചെ കൊണ്ട്, അതുപോലെ തിഞ്ഞുമലെ കൊണ്ട്, അവിടെയുള്ളതായ എന്നെ കാണാമെന്ന പാസന്മാരെ കൊണ്ട് എല്ലാവരും കൊണ്ട് എഴുതി ഒപ്പിടിച്ചിട്ടാണ് തൃശ്ശൂര് ഹല്ലേലൂയ പ്രൈസലോട് എലൈറ്റ് ആശുപത്രിയിൽ സർജറി കഴിച്ചത്. ഹല്ലേലൂയ. അവൻ അദ്ദേഹം ഓരോരുത്തരോട് പറഞ്ഞു, വെറുതെ എന്റെ 4-5 മണിക്കൂർ നിങ്ങളുടെ 10,000 രൂപയും പോയി തന്നെ ഒരു ഗുണം ഉണ്ടാവില്ലാത്ത ഫാദർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രൈസലോട്. അവൻ 2-4 ദിവസം കഴിഞ്ഞ് വീട് നോക്കിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞു മിറാക്കിൾ? നിങ്ങൾ എന്ത് മിറാക്കിളാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ? ഞാൻ പറഞ്ഞു, ഈ കൈ ഞാൻ ഉയർത്തി പലതരം ഉയർത്തി പ്രസംഗിക്കുമ്പോൾ ഈ നഗരില്ലാത്ത ഈ കഷ്ടമായ കൈ ഉയർത്തി സ്തുതിക്കാതിരിക്കണം. ഞാൻ എന്റെ കർത്താവരോട് പ്രാർത്ഥിച്ചത് മാത്രം. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ഡൺ. അത് സംഭവിച്ചു. അദ്ദേഹം പറഞ്ഞു, പഴുപ്പ് കയറി വരുന്നു, നിങ്ങളുടെ അവിടെ ജലം വരുന്നു, അവിടെ ഹല്ലേലൂയ ചോരയുടെ പൊടിപ്പുണ്ട്. ആമേൻ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവം വലിയ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പകൽ ആമേൻ. ഇത് ചത്തുപോയാൽ ജീവൻ അതിന്റെ ഉള്ളിലേക്ക് പേരാത്തത് കൊണ്ടാണ് ഇത് നാറ്റം ലഭിച്ച് പുറത്ത് കളിയേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ ജീവന്റെ രക്തം അതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ അത് പ്രയോജനപ്പെടും. ഇന്ന് പകലെ ദൈവസഭയോട് പറയുന്നു, ഏതെങ്കിലും ജീവിതത്തിനകത്ത് ദൈവിക ജീവൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ ചാവാറായി ശേഷിപ്പുകളെ ഇന്ന് പകരം ശുശ്രൂഷിച്ചുകൊള്ളുക. അവരെ ചാവാറായി ശേഷിപ്പുകളെ ബലപ്പെടുത്തുക. നീ ദൈവത്തിന്റെ മുമ്പിൽ നേരാണെന്ന് കരുതാകാൻ ദൈവജീവനകത്തേക്ക് എല്ലാവരും കൊല്ലാത്തവരായി. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നന്മ ചെയ്യാൻ കഴിയില്ല. വായിച്ചോ. ഇനി ആ ടീമിന്റെ സ്വഭാവം പറയാം. ഇവിടെ അങ്ങട്ടെ അപ്പോസ്തലനാകുന്ന പൗലോസ് 7 പഴയ നിയമ കൊട്ടേഷൻസാ പറയണേ. ഈ വാക്യങ്ങളൊക്കെ ആമേൻ തുറന്ന ആമേൻ ഹല്ലേലൂയ. അവർ വളരെ തെറ്റിക്കൊള്ളാത്തതിന് അവർ തൊണ്ടരുതാണ് തുറന്ന. അയ്യോ, ശവക്കല്ലറ തുറന്നാലോ? ഞങ്ങളുടെ പള്ളിയില് സെല്ലുകളാ, ശവയ്ക്കുന്ന സെല്ലുകളാ, സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പൊ ഒരമ്മച്ച് മരിച്ചു.
ഒരു 3 മാസം കഴിഞ്ഞു. അപ്പോഴേക്ക് വേറെ ആൾ മരിച്ചു. മരിച്ച സമയത്ത് ആമേൻ പ്രൈസ് ദി ലോർഡ്, കല്ലറ തുറക്കണമല്ലോ. ആദ്യം വെച്ച കല്ലറ അടിയത്തെ തുറന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്. അവസാനം വെച്ചിട്ട് 3 മാസമായിട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ കല്ലറ തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന ഭൂരിഭാഗം പേര് ഛർദ്ദിച്ചു. എല്ലാവരും ഇത് പിടിച്ചിട്ട് ഓടി, മൂക്ക് പിടിച്ചിട്ട് ഓടി. അത് കഴിഞ്ഞിട്ട് അന്ന് ശവസംസ്കാരം നടത്തിയത് എവിടെയെന്ന് അറിയാമോ? ആമേൻ പ്രൈസ് ദി ലോർഡ് ഗേറ്റിന്റെ അവിടെ ബോഡി കൊണ്ടുവന്ന് ഇറക്കി നിർത്തി. ശുശ്രൂഷകൾക്ക് അവിടെ മണ്ണിടലൊക്കെ അവിടെ നടത്തിയിട്ട് അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് 3 കോഴി ആമനാട് വന്ന് മൂക്ക് കുത്തി വായും കത്തി കണ്ണു പടച്ചിട്ട് തള്ളിയിട്ട് അത് അടച്ചിട്ട് പോയി. ശവക്കുഴി തുറന്നാൽ എത്ര നാട്ടം! ദൈവത്തിന്റെ വഴി വിട്ട് മാറിപ്പോകുന്നവരുടെ തൊണ്ട എന്താണ് പറയുന്നത്? ചുറന്ന്. യെരമ്യാവ് 5:16 വായിച്ച് ഈ വചനം അവിടെ, ഈ വചനം അവിടുത്തെ പ്രൊട്ടക്ഷനാണ്. യെരമ്യാവ് 5:16. മൈക്ക് കുറച്ച് സമയം അവരുടെ ആവനാഴി തുറന്ന ശവക്കുഴി. അവരുടെ ആവനാഴി എന്താണ്? തുറന്ന ശവക്കുഴി. ഇതാണ് ഇവിടെ പൗലോസ് അവിടെ പറയുന്നത്. തുറന്ന ശവക്കുഴി. അത് പൗലോസ് ഇവിടെ സാമ്യപ്പെടുത്തുന്നത് എന്താണ്? അവരുടെ യെരമ്യാവ് പറയുന്ന തുറന്ന ശവക്കുഴി ഈ തൊണ്ടയാ. ദൈവത്തെ വിട്ടുമറന്നവന് വേഗം പോകാൻ നമുക്ക്. ഇനി രണ്ടാമത്തത്, നാവ് കൊണ്ട് അവരെന്ത് ചെയ്യും? അയ്യോ, നാവ് കൊണ്ട് അവർ ചതിക്കും. സങ്കീർത്തനം 5:9 വായിച്ച്. സങ്കീർത്തനം 5:9. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശപൂർവം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. ഇന്ന് പകൽ ദൈവജനത്തിന് മനസ്സിലായോ? ദൈവത്തെ വിട്ടുമാറിയാൽ മോക്ഷത്തരം പറയാൻ ഒരു മടിയില്ല. ചിലർക്ക് തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു നന്മയും അവർക്ക് വരുത്താത്ത നുണ പറയാറുണ്ട്, ഇല്ലേ? ഒരു പ്രയോജനം അവർക്കില്ല. പക്ഷെ അവരുടെ ഉള്ളിലത്തെ ഇട പറയും, നുണ പറയും. അവരുടെ ധാരണ ആർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവരുടെ ധാരണ ആർക്കും മനസ്സിലാവുന്നില്ലെന്ന്. പക്ഷെ മനസ്സിലാകുന്നത് മിണ്ടാതിരിക്കാൻ മനസ്സിലായിട്ടുണ്ട്. അത് തിരിച്ചറിയണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു നന്മയിൽ ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ എന്തെന്ന് വൈകിയത്? യഥാർത്ഥത്തിൽ വൈകാനുള്ള കാരണമാണോ പറയാൻ, അതോ വൈകുന്നതിന് ന്യായീകരിക്കുന്ന കാര്യമാണോ പറയുന്നത്? ന്യായീകരിക്കും. ആ സമയത്ത് ഇപ്പൊ പറയാണ്, പാസ്റ്റർ എഴുന്നേരം വൈകി, അതുകൊണ്ടാണ് വൈകുന്നു പറഞ്ഞത്. എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. പകരം ന്യായീകരിച്ചാലോ? വായി പോസ്റ്റ് കയറിയില്ലേ? വായി പോസ്റ്റ് കയറിയില്ലേ? പിന്നെ നീ എത്ര പാടി ചോദിച്ചാലും വല്ല ഗുണമുണ്ടാകുമോ? കാരണം നിന്നെ ആരെ കീഴ്പ്പെട്ടും കഴിഞ്ഞു. ആദ്യം ദൈവമക്കൾക്ക് മനസ്സിലായോ? നാം സത്യത്തെ സത്യമായി തന്നെ പറഞ്ഞാൽ അവ ഒരു പക്ഷേ ഇപ്പൊ നിങ്ങളൊരു പറയാണ്, ഞാൻ ഉറങ്ങിപ്പോയി വൈകി അതുകൊണ്ട് വരാറുണ്ട്. അപ്പൊ ചിലപ്പോൾ ഞാൻ ചീത്ത പറയുകയായിരിക്കാം. ഞാൻ നിങ്ങൾ പറയും ഇന്നലെ ഓർമ്മ ഞായറാഴ്ച ഞാൻ ഒരു പക്ഷേ നിങ്ങൾ ഉറക്കം വന്നേക്കാം. പക്ഷേ ദൈവസഭയിൽ നിങ്ങൾ നീതിമാരല്ലേ? ദൈവസഭയിൽ നിങ്ങൾ നീതിയല്ലേ ചെയ്തത്? അവൻ നിങ്ങൾ കുറ്റമുണ്ടോ? പിന്നെ ഇല്ല. പലപ്പോഴും പലരും ഒരു ലാഭവും ചെയ്യാത്ത, ഒരു നന്മയും തരാത്ത അവർ പോഷ്ക്ക് പറഞ്ഞുകൊണ്ട് പിശാചിന്റെ അടിമകളായി മാറുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാമോ? വഴിതെറ്റി പോകുന്നത്, ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇനി വേഗമായി ചേർത്തത്, നാവ് കൊണ്ട് അവർ ശ്രദ്ധിക്കുന്നു, ഷർപ്പവിഷം അവരുടെ. അയ്യോ, നാവുക്കൽ 140 സങ്കീർത്തനം 3-ാം വാക്യം. അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂട്ടിക്കുന്നു എന്ന് പറഞ്ഞ് ചില ആൾക്കാരുടെ നാവുണ്ടല്ലോ കൊല്ലും. ചില നാവിന്റെ ഗുണം കൊണ്ട് എത്ര മരണം സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
നാവിന്റെ ഗുണം കൊണ്ട് സർപ്പവിഷം നാവിന്റെ ഉള്ളിൽ വെച്ചേക്കുക. എനിക്കറിയാം, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ പോർക്കുളത്ത് ഇപ്പൊ വിക്ടറിയിലേക്ക് ഇരിക്കുന്നുണ്ടല്ലോ, അതിനപ്പുറത്തെ സൈഡില്ലേ ആ വേദക്കടമ്പലത്തിലേക്ക് പോകുന്ന ആ റോഡിന്റെ പരിസരത്ത് ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ കുത്തിക്കൊന്നിട്ട് താൻ ആ കത്തിക്കുമായിട്ട് അന്ന് കുന്നമല സ്റ്റേഷൻ തൃശ്ശൂർ റോഡില്ല, അവിടെ ഓടിച്ചെന്ന് നോക്കാമേ അവിടെ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെ കുത്തിയിട്ടിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, അവൾ മരിച്ചു, ഇതാ കത്തി. ഇതൊക്കെ പല പോലീസുകാർക്ക് വാങ്ങിച്ചു ചെന്ന് നോക്കിയ ബോഡി കണ്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ മരിച്ച പെൺകുമാരശ്രീ എന്റെ ബന്ധുവിനെ വീട്ടിൽ തൊട്ടുടന്ന ഈ കുടുംബം മൊത്തം. ഞാനിതൊക്കെ കേട്ടു. ഞാൻ പിന്നീട് ചോദിച്ചു, എന്റെ ഇത്രയും പ്രകോപനം ഉണ്ടായ കാരണം ഒരു മനുഷ്യൻ അയൽക്കാരൻ ആ സ്ത്രീയോട് കുറച്ച് ഈ സഹോദരി ഭർത്താവ് മരിച്ച സഹോദരി ഭർത്താവ് കിട്ടില്ല, ആ സഹോദരിയോട് കുറച്ച് കാശ് കടം ചോദിച്ചു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാശ് കടം ചോദിക്കും, തിരിച്ചു കൊടുക്കാറില്ല. അപ്പൊ ഒരു വലിയ സംഖ്യ ആയിട്ടുണ്ട്. അപ്പൊ വീട് ചോദിച്ചു, എനിക്ക് കുറച്ച് വലിയൊരു എമൗണ്ട് ചോദിച്ചു. അവൾ പറഞ്ഞു തരാൻ പറ്റില്ല എന്നോ, നിങ്ങൾ ഇതുവരെയും കൊണ്ടുപോയി കാശ് ആദ്യം കൊണ്ടുപോകാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പുതിയ കാലം പിന്നീട് ആലോചിക്കാം. നീ തന്നില്ലെങ്കിൽ തന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കണോ? വിളിച്ചല്ലോ. അവള് പറഞ്ഞു, നീ എന്നെ വിളിക്കുക പോലെ നോക്കി. അത് സാധാരണ കൊച്ചാൽ അങ്ങനെ എന്ന് പറഞ്ഞു പോയി. ഇവരെന്തെന്നറിയുമോ? ഇവിടെ ഭർത്താവിന്റെ ഫോൺ നമ്പർ ശേഖരിച്ചു. അവരെ വിളിച്ചു പറഞ്ഞു, നിന്റെ ഭാര്യ അവിഹിതമായി ജീവിക്കുന്നു, നീ ഇല്ലാത്തപ്പോൾ. കേട്ട പാട് പോഷൻ അവിടെ നിന്ന് കത്തി വാങ്ങിച്ചു പോകുന്നു. ഇവിടെ വന്ന് ഹല്ലേലൂയ പാടും പാടുന്ന ആമേൻ ഇറങ്ങി വണ്ടി നിർത്തി. പോകുമ്പോൾ ഭാര്യ എങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി എന്ന് വാങ്ങിക്കാൻ വേണ്ടി വഴി വരുന്നുണ്ട്. ആ പാടത്തിൽ നിർത്തി കൊന്നു. അവര് നാവ് സർപ്പവിഷം പോലെ. ഹല്ലേലൂയ, എന്ന് പകൽ മനസ്സിലാക്കി കൊടുക്കുക. ദൈവത്തിന്റെ വലുതേ ആമേൻ. സർപ്പവിഷം. ആരാണ് സർപ്പം? ആരാണ് സർപ്പം? ഏത് പരദീസിൽ വെളിപ്പെട്ട ഒരു പക്ഷെ ഉപദേശകന്റെ രൂപത്തിൽ വെളിപ്പെടും. ഒരു പക്ഷെ ഹല്ലേലൂയ സർപ്പം ഹവ്വയെ ഉപായത്തെ ചതിച്ചതുപോലെ മറ്റുള്ളവരെ ചതിക്കുന്നതായ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതായ ഒരു നാവ് ഒരു ദൈവപൈതലിന് പാടില്ല. എന്റെ നാവ് സമർത്ഥനായ ലേഖകന് എഴുത്തുപോലാകുന്നു. ലാവിൽ നിന്നിന്റെ അത്തരങ്ങളിലുണ്ട്. ആമേൻ രുചി വരുത്തിയതും കൃപയോടുകൂടിയ വാക്കുകൾ അല്ലാതെ കൃപയോ അല്ലാത്തതൊന്നും വിശുദ്ധമാർക്കും യോഗ്യമല്ല. അവരുടെ നാവ് സന്തോഷത്തിന് വേഗം പോലെ വായിച്ചു നോക്കി. അവരുടെ വായിൽ ശാപവും അയപ്പും ഉണ്ട്. 10 സങ്കീർത്തനം 7 വാക്യം വായിച്ച് ഞാൻ ആ വാക്യത്തിന് 7 ഉദ്ധരണികളെന്ന് പറഞ്ഞു വേഗം പോവുക. 10:7. അവന്റെ വായിൽ ശാപവും വ്യാജവും, അവന്റെ വായിൽ ശാപം മാത്രമല്ല വ്യാജം കളവുണ്ട്, സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും. അവന്റെ നാവിൽ അത് വാക്യം പറഞ്ഞുപോയി അവർ പാടിന്റെ ഒരു വലിയ നിഷ്ഠ പറയണേ. ഇതൊക്കെ ആർക്ക് പറ്റിയ സംഭവം എന്നറിയോ? ഈ ദൈവത്തെ ഗ്രഹിക്കാതെ വഴിതെറ്റി കൊല്ലരാത്തവരായി ദൈവത്തെ മാനിക്കാതെ ജീവിക്കുന്ന ആളുകളിൽ സംഭവിക്കുന്ന അവരെ സ്വഭാവ കേരക്ടറാക്കി പശുധാത്മാവ് 7 പടി ഉദ്ധരണികൾ ഉദ്ധരിച്ച് ആ സ്വഭാവത്തിന്റെ ഒരു എക്സ്റേ ചിത്രം നമുക്ക് തരിക. മനസ്സിലായോ? ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തന സദൃശ്യം 1:14. അവസാന വാക്യം അവരെക്കാൾ രക്തം ചൊരിയാൻ ബന്ധപ്പെടും. വായിക്കാം 1:14 സദൃശ്യം. അവരുടെ കയ്യിൽ ദോഷം ചെയ്യുവാൻ ഓടും. മനസ്സിലായോ? അപ്പൊ ദൈവത്തെ ഗ്രഹിക്കാതെ, ദൈവത്തെ വിളിക്കാതെ, ദൈവത്തെ മനസ്സിലാക്കാതെ ദോഷപ്രകാരം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകളിൽ വെളിപ്പെടുന്ന അവരുടെ സ്വഭാവത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഥവാ ആ നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തതയോടെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു, ഇതാണ് ഈ ടീമിന്റെ ക്യാരക്ടർ, ഇതാണ് സ്വഭാവം. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, ഇതിലേതെങ്കിലും നമുക്ക് പങ്കാളിത്തമുണ്ടോ? ഇതിലേതെങ്കിലും സ്വഭാവത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? എങ്കിൽ ഇന്ന് പകൽ ഒന്ന് കറിയുന്നത് നല്ലതാണ്. ഇനി ഇതിന് 19-20 വാക്യം വായിച്ചിട്ട് വേഗം പോവുക. അല്ല 18 വാക്യം 18 വാക്യം. അവരുടെ 17 വാക്യം പോലെ സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. സമാധാന മാർഗം ചെയ്തിട്ടില്ല, അവരെ അറിഞ്ഞിട്ടില്ല. പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷെ സമാധാനം കിട്ടുന്നില്ല അവർക്ക്.
ആമേൻ. ലൂക്കോസ് 1:78 കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ലൂക്കോസ് 1 മോളെ അത് 4 ഒരു മിനിറ്റ് ഞാൻ നോക്കിയോട്ടെ. വായിച്ചോ, ശരിയാ മോളെ വായിച്ചോ. ഇരുളിലും മരണയിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു, നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിനെ ആ പ്രകടനയ്ക്കായി ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലുള്ള ദൂതായി പറയുന്നത് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന്. ഇന്ന് പകൽ മനസ്സിലാക്കുക, ഉയരത്തിൽ ഉദിച്ചു എന്ന ആ പ്രകടന ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു അവനാണ് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിലേക്ക് പോകുന്നത്. ഇത് ഗ്രഹിക്കാതെ പോയാൽ ഈ സ്വഭാവങ്ങൾ നമ്മിലേക്ക് കടന്നു. ഇനി 19 കൂടി വായിച്ച് അവസാനിപ്പിക്കാം. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോട് പറയുന്നു. ഇനി ഏതുവായി മടങ്ങും സർവലോക ദൈവസന്നിധിയിൽ ശിക്ഷയോഗ്യമായി തീരേണ്ടതിനും തന്നെ എല്ലാവരോടും വചനമുള്ളവരോട് വചനത്തിലൂടെയും പ്രമാണം ലഭിച്ചിട്ടില്ലാത്തവരോട് അകത്തെഴുതിയ ഹൃദയത്തിൽ എഴുതിയ ന്യായപ്രമാണത്താലും ദൈവം പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തിയിട്ട് ഒരു വായ്ക്ക് പ്രതിവാദമില്ലാതിരിക്കുന്നതിന് തന്നെ. 20 കൂടെ അതിന് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഉദാഹരണം പറയാം. നിങ്ങളൊരു കണ്ണാടി യോഗത്തിന് വരാൻ ഡ്രസ് മാറി, നിങ്ങൾ കണ്ണാടി നോക്കി. നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ ഹല്ലേലൂയ, കണ്ണാടി നിങ്ങളെ കാണിക്കുന്നത് എന്താണ്? നമ്മുടെ മുഖം കാണിക്കുന്നു, ഇല്ലേ? ഇതുപോലെ ഈ ദൈവവചന കേൾവിയും ദൈവവചനമൊക്കെയും പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം മാറേണ്ടത് നീയാ, ക്രമീകരിക്കേണ്ടത് നീയാ. ന്യായപ്രമാണം പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനമത്രേ തരുന്നത്. കേൾക്കുന്ന വചനപ്രകാരം ജീവിതത്തെ ചിട്ടവട്ടയാക്കി കൊണ്ടുവന്ന് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം. ഈ പുസ്തകം കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ആമേ പ്രശ്നം ഞാൻ വേദപുസ്തകം പിടിച്ച് കാര്യപ്പെടുന്നു പറഞ്ഞുകൊണ്ട് നീ ജീവിച്ചിട്ടൊരു കാര്യവുമില്ല. ഈ പരിജ്ഞാനം അനുസരിച്ച് വഴികളെ തിരിച്ചറിഞ്ഞ് സമാധാന മാർഗത്തിൽ നിന്നെ നടത്തുവാൻ കാര്യങ്ങൾ നടത്തുന്ന ഉയരത്തിൽ നിന്ന് നാത്രകളുടെ കർത്താവിന്റെ അനുഭവം സാന്നിധ്യവും ആ കർത്താവിന്റെ ഓരോ കൂട്ടായ്മയും വ്യക്തി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ ക്ലാസ്സിനകത്ത് സഹായിക്കട്ടെ. ഇനി 21 അടുത്ത ആഴ്ച മുതൽ നാം 2ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇതുവരെ പഠിച്ചത് പാപം അഥവാ സിൻ എന്നുള്ളതാണ്. 2ാമത്തെ എസ്സിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച മുതൽ അനുവദിച്ച ആഴ്ചയിൽ നിന്ന് പോകും. അത് സെലിബ്രേഷൻ, രക്ഷ എന്താണ്. ഞാൻ പറഞ്ഞല്ലോ, രക്ഷയെ കുറിച്ച് ഇതുപോലെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകം വേറെയില്ല. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച മുതൽ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സെലിബ്രേഷൻ, രക്ഷ. വായിച്ചു വരിക. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 11 വരെയുള്ള ഭാഗങ്ങളാണ് രക്ഷയെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആഴത്തിൽ വിശദീകരിക്കുന്നത്. 3-ാം അധ്യായം 21 മുതൽ 5-11 വരെ അത് മാർക്ക് ചെയ്ത് കൊണ്ടുപോയി കൂടുതൽ പ്രാവശ്യം വായിക്കുക. അവർ 2-4 അധ്യായങ്ങളിലുള്ളൂ. വായിക്കുക, 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 വായിക്കുക. അതൊക്കെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും ഉള്ളിൽ അത് എത്തിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്നായി തീരും.